ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ടു ബേക്സ് ആൻഡ് കറീസ്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള സൂപ്പർ ടേസ്റ്റുള്ള ഒരു ചിക്കൻ ടിക്ക മസാലയുടെ റെസിപ്പിയാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയത്. പിന്നെ ഇത് ചോറിൻ്റെയും ചപ്പാത്തിയുടെയും പിന്നെ നാനിൻ്റെ ഒക്കെ കൂടെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള മസാല റെഡിയാക്കാം. അപ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർക്കുകയാണ്. അടുത്തതായിട്ട് 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്. പിന്നെ കൂടുതൽ എരിവൊക്കെ വേണ്ടവർക്ക് അതനുസരിച്ച് മുളക് പൊടിയുടെ അളവൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് 1.5 ടേബിൾ സ്പൂൺ തന്തൂരി മസാലയാണ്. അപ്പോൾ ഈ തന്തൂരി മസാല ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും നമ്മുടെ ചിക്കൻ ടിക്ക മസാലയ്ക്ക്. അപ്പോൾ ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് ഷാൻ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ തന്തൂരി മസാലയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് അവൈലബിൾ എങ്കിൽ അത് ഉപയോഗിക്കാം കേട്ടോ. ഇനി കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇതിലേക്ക്. ഇതൊരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചതാട്ടോ. അടുത്തതായിട്ട് 2 ടേബിൾ സ്പൂൺ പുളിയില്ലാത്ത തൈര് ചേർക്കാം. ഇനി ലാസ്റ്റ് ഒരു 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചിക്കൻ പീസ് ചേർത്ത് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ച് ഒരു 1/2 മണിക്കൂർ തൊട്ട് 1 മണിക്കൂർ വരെ വയ്ക്കാം. അപ്പോൾ സമയം കൂടുതലുണ്ടെങ്കിൽ 1 മണിക്കൂർ കൂടുതലും വെക്കാം കേട്ടോ. അപ്പോൾ ചിക്കനിലേക്ക് മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിരിക്കും. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. പക്ഷേ മിനിമം ഒരു 1/2 മണിക്കൂറെങ്കിലും നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെക്കണം. ഇപ്പോൾ ചിക്കൻ മുളക് പറ്റി വെച്ചിട്ട് 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഞാനിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോൾ ഫ്രൈ ചെയ്യുമ്പോൾ സൺഫ്ലവർ ഓയിലോ ഓലിവ് ഓയിലോ എന്ത് വേണമെങ്കിൽ ചേർക്കാം. പിന്നെ ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ ഒരുപാട് എണ്ണ ഒഴിച്ചിട്ട് ഡ്രൈ ആയിട്ട് ഫ്രൈ ചെയ്യരുത്, ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോഴാണ് ചിക്കൻ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് ഇരിക്കുകയുള്ളൂ. അപ്പോൾ ഇതുപോലെ കാസ്റ്റ് അയണിൻ്റെ പാനിലൊക്കെ ഇട്ട് ഫ്രൈ ചെയ്യുകയാണെങ്കിൽ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ചിക്കൻ ഒരു ഗ്രില്ല് ചെയ്ത ഒരു എഫക്റ്റ് കിട്ടുകയും ചെയ്യും. പിന്നെ നമ്മുടെ ചാനലൊക്കെ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പിന്നെ റെസിപ്പിയൊക്കെ കാണുന്ന സമയത്ത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും കൂടെ തന്നേക്കണേ. ഇപ്പോൾ ചിക്കൻ 2 സൈഡും നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഞാനിത് ഒരു പാത്രത്തിലേക്ക് മാറ്റുക കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്കുള്ള ഗ്രേവി റെഡിയാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. പിന്നെ അതിൻ്റെ ഒപ്പം 2 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 2 ബ്ലാക്ക് കാർഡമം ചേർക്കുന്നുണ്ട്. ഇതില്ലെങ്കിൽ സാധാരണ 2 ഏലക്ക ചേർത്താലും മതി. ഒരു ബേ ലീഫ് ചേർക്കാം. പിന്നെ കറുവപ്പട്ടയുടെ 4 ചെറിയ പീസ് ചേർക്കുന്നുണ്ട്. അടുത്തതായിട്ടൊരു 4-5 ഗ്രാമ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് 2 വലിയ സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ ഇനി 2 എരിവുള്ള പച്ചമുളക് ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു 3 പീസ് വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ചതച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ സവാളയൊക്കെ നമ്മൾ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കുക കേട്ടോ നല്ലത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. വഴറ്റിയെടുക്കുമ്പോൾ ഒരുപാട് ബ്രൗൺ കളറൊന്നും ആവണ്ട, ചെറുതായിട്ടൊന്ന് വഴന്നു വന്നാൽ മതി കേട്ടോ. ഇനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അത് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുത്ത ശേഷം 1 ടീസ്പൂൺ ജീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ചേർക്കുന്നത് ചെറിയ ജീരകം തന്നെയാണ് കേട്ടോ. പിന്നെ ജീരകം വറുത്ത് പൊടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അങ്ങനെ തന്നെ പച്ചയ്ക്ക് പൊടിച്ച് ചേർത്താൽ മതി.
ഇതിലേക്ക് ഇനി 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. ഇതൊരു 1/2 ടീസ്പൂൺ ചാറ്റ് മസാലയാണ്. ഇത് നിർബന്ധമില്ല കേട്ടോ, ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 3 ടീസ്പൂൺ തന്തൂരി മസാലയും കൂടെ ചേർക്കുന്നുണ്ട്. മസാലകളൊക്കെ നന്നായിട്ട് വഴറ്റി അതിൻ്റെ പച്ചമണമൊക്കെ മാറിക്കഴിയുമ്പം ഇതിലേക്ക് 2 മീഡിയം തക്കാളി നന്നായിട്ട് മിക്സിയിലൊന്ന് അടിച്ചിട്ട് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. തക്കാളിയൊക്കെ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് ഒരു പിടി മല്ലിയില ചേർത്ത് കൊടുക്കാം. പിന്നെ ഒഴിച്ചു കൊടുത്ത് തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട് ഒരല്പസമയം ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഏകദേശം ഒരു 5 മിനിറ്റൊക്കെ ഒന്ന് മൂടി വെച്ചാൽ മതി. ഇപ്പോൾ തക്കാളിയൊക്കെ വെന്ത് എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പുളിയില്ലാത്ത തൈരും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ആദ്യം ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച ചിക്കൻ പീസും കൂടെ ഇതിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് ഇതിലേക്ക് 1 കപ്പ് തിളച്ച വെള്ളം കൂടെ ഒഴിച്ചിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് മൂടി വെച്ചിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്ന വരെ ഒന്ന് വയ്ക്കാം. അപ്പോൾ ഈ സമയത്ത് ഉപ്പൊക്കെ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുത്തോളണം കേട്ടോ. ഇപ്പോൾ ഇത് മൂടി വെച്ച് നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളമൊക്കെ ചെറുതായിട്ടൊന്ന് വറ്റി നന്നായിട്ടൊന്ന് തിക്കായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മേത്തി ഇല പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഇതും കൂടി ചേർത്ത് കഴിയുമ്പോൾ നമ്മുടെ കറിക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടും കേട്ടോ. പിന്നെ മല്ലിയിലയുടെ ടേസ്റ്റൊക്കെ നന്നായിട്ട് ഇഷ്ടമുള്ളവർക്ക് അല്പം കൂടെ മല്ലിയില വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ മേത്തി ലീവ്സും അതുപോലെ മല്ലിയിലയൊക്കെ കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ഇതിലേക്ക് ഒരു 1.5 കപ്പ് കുക്കിംഗ് ക്രീമും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നമ്മുടെ കറിക്ക് ഒരു കളർ വരണമെന്നുണ്ടെങ്കിൽ അല്പം ഫുഡ് കളർ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് ഒരു നിർബന്ധമില്ല, ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. അപ്പോൾ ഇതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ചെറുതായിട്ടൊന്ന് ചൂടായി ചെറിയൊരു തിള വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. പിന്നെ കുക്കിംഗ് ക്രീമൊക്കെ ചേർത്ത് കഴിയുമ്പം പിന്നെ ഒരുപാട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഇനി അവസാനമായിട്ട് അല്പം മേത്തി ലീവ്സും പിന്നെ കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ടിക്ക മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും മറക്കാതെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്സൊക്കെ പറയാൻ മറക്കല്ലേ. അപ്പോൾ അടുത്ത ദിവസം നമുക്ക് പുതിയൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക്